ഞാൻ ഈ തിയേറ്ററിൽ തന്നെ ഫസ്റ്റ് ടൈം ആണ്. അടിപൊളിയായിരുന്നു, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇമോഷണൽ സിനിമയാണ് കൂടുതൽ, എനിക്ക് ഇമോഷണലായിട്ടാണ് സിനിമയാണ്. എന്തെങ്കിലും വിഭാഗത്തിന് ചാൻസ് ഉണ്ടോ? അതൊന്നും എനിക്കറിയില്ല. 2015 ശേഷം ഇമോഷണൽ മൂവി എമ്പുരാൻ പോലെ എന്തെങ്കിലും വിവാദം? എനിക്കറിയില്ല. സമരങ്ങളെ കുറിച്ചൊക്കെ വായിച്ചു പറഞ്ഞൊക്കെ അറിയുന്നുണ്ടാവുമല്ലോ. ഇതിൻ്റെ റൈറ്റർ എൻ്റെ സീനിയർ ആയിട്ടുള്ള എൻ്റെ കോളേജിലെ സീനിയറാണ്. അതുകൊണ്ട് തന്നെ വെരി ഭയങ്കരമായിട്ടും ഞാൻ എന്താ പറയുക അത് നോക്കി കാണുന്നുണ്ടായിരുന്നു എങ്ങനെയായിരിക്കും ഇതിൻ്റെ വരാന്നുള്ളത്. ആൻഡ് ഓൾ ഓഫ് ഫ്രം കണ്ണൂർ വയനാട് സൈഡിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡെപ്ത് വളരെയധികം കൂടുതലായിരുന്നു. നമ്മൾ സമരങ്ങൾ പേപ്പറിൽ വായിച്ചിട്ടുള്ള അറിവല്ലോ, ഈ തിയേറ്ററിൽ കണ്ടപ്പോൾ ഉള്ള ആ ഒരു റിയാലിറ്റി ഇതാണല്ലോ റിയാലിറ്റി എന്ന് പറഞ്ഞപ്പം അവർക്കുള്ള മണ്ണ് അവർക്ക് എന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് തന്നെയാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരട്ടെ. ഇതിന് പൊളിറ്റിക്കലി ഒന്നും പറയാൻ നമ്മൾ ആരുമല്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള എന്താ പറയുക സത്യവും ധർമ്മവും നീതിയും ഈ ലോകത്ത് ഉണ്ടാവട്ടെ. സമരങ്ങൾ ഏത് തന്നെ ആയാലും സത്യവും ധർമ്മവും നീതി അത് ഈ ലോകത്ത് ഉണ്ടാവണം. എല്ലാവർക്കും അവരവർക്ക് എന്താ പറയുക ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു പിടി മണ്ണ് അതങ്ങനെയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് അവർക്ക് കിട്ടട്ടെ. ആവശ്യം നല്ല സൗകര്യപൂർവ്വം നടന്ന ചില സമര മുഖങ്ങളെ ഒഴിച്ചുപോയ ചില സമരങ്ങൾ അപ്പോൾ അത് ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ ഈ PSC ജോലിയിൽ കിട്ടാക്കലിയായിട്ടുള്ള പ്രശ്നം ബാധിച്ചത് കാരണം കൊണ്ടാണോ അതൊരു സീനായിട്ട് തന്നെ ഒരു ഏരിയ ആയിട്ട് തന്നെ പടത്തിൽ പറഞ്ഞത്? തൊഴിലെടുക്കേണ്ട ആൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അനവധി ഓപ്ഷനുള്ള നാടാണ് നമ്മുടെ നാട്. അത് ഒരാളുടെ വ്യക്തിപരമായ താല്പര്യങ്ങളിൽ കൂടി അടിച്ചറപ്പെട്ടിരിക്കും. ടോവിനൊന്ന് കഠിനാധ്വാനിയെ കാണാൻ പറ്റിയ ആളുകൾ പറയുന്നത് അത് കൃത്യമായിട്ട് അദ്ദേഹം എടുത്ത ഇല്ല ആളുകൾ പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ കഠിനാധ്വാനിയെ കാണാൻ പറ്റിയ ഒരു ഇവോൾവ്മെന്റ് ഉണ്ടാവുള്ള ക്യാരക്ടർ എന്നൊക്കെ പറയുന്ന ആളുകൾ ആളിൽ ഈ വിശ്വാസം ആളിൽ ഇത്രയും ചെയ്യാൻ പറ്റും. ഒരു പെർഫോമൻസ് രീതിയിൽ സ്ഥിരം ചെയ്യുന്നതല്ലല്ലോ. 2014 മുതൽ എനിക്കറിയുന്നതാണ്. നമ്മൾ ആത്മാർത്ഥമായി പണിയെടുക്കുന്നു, അതിനൊപ്പം ആർട്ടിസ്റ്റുകളെല്ലാവരും നമുക്കൊപ്പം നിൽക്കുന്നു. ആ സിനിമ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എൻ്റെ മാത്രം സിനിമ എന്ന് പറയുന്നതിൽ തന്നെ യാഥാർത്ഥ്യമില്ല. ആര് പറഞ്ഞാലും ഈ യാഥാർത്ഥ്യമില്ല. ഒറ്റയാൾ പോരാട്ടം ചിലപ്പോൾ ഒരു പരിധി വരെ വെച്ചാൽ തന്നെ വേണ്ടി വരും. കാരണം ഒരു ടീം വർക്കാണ് സിനിമ. അപ്പോൾ അതിൻ്റെ കൂടെ ഔട്ട്പുട്ടാണ്. കഠിനാധ്വാനം എല്ലാവരും ചെയ്തിട്ടുണ്ട്. ചേരൻ സാർ ഇപ്പോൾ സിനിമ കാണുന്നു. ചേട്ടൻ സാർ ഇന്നലെ കണ്ടു. പ്രിവ്യൂ നമ്മൾ ചെന്നൈയിൽ പ്രിവ്യൂ ഉണ്ടായിരുന്നു. പുള്ളി വരും 2 ദിവസം വരും. മികച്ചൊരു സിനിമ രാജാവിന് എല്ലാവിധത്തിൽ ആശംസകൾ. എനിക്ക് തോന്നുന്നു ഒരുപാട് ദിവസത്തെ കഷ്ടപ്പാടാണ്. ഒരുപാട് ടെക്നീഷ്യൻസിൻ്റെയും ഒരുപാട് ആർട്ടിസ്റ്റിൻ്റെയും ഈ പരിപാടിയുടെ ത്രൂ മൊത്തം കഷ്ടപ്പാടാണ് നമ്മളിപ്പോൾ ഔട്ട് കണ്ടത്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന നമ്മുടെ ക്യാരക്ടറാണെങ്കിലും രാജേട്ടനും ടിപ്പുക്കാർക്കും ഷിയാസ്മാർക്കും പരിപാടി എല്ലാവരും തിയേറ്ററിനോട് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഈ സിനിമ ആളുകൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഈ സിനിമ എല്ലാവരും സപ്പോർട്ട് സമൂഹത്തിൽ നല്ലൊരു പ്രതികരണം ഉണ്ടാക്കും അല്ലേ? നടന്നൊരു സംഭവം എന്നുള്ള രീതിയിൽ നല്ലൊരു പ്രതികരണം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. കാരണം നമ്മൾ ആ കാലഘട്ടത്തിൽ നിന്ന് ബാക്കിലോട്ട് പോയിട്ട് നമ്മളത് വർക്ക് ചെയ്തിട്ടുണ്ട്. കുറേ ഇൻസിഡൻസിൽ നിന്ന് നമ്മൾ ഇൻസ്പയർഡ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അതല്ലാതെ കുറച്ച് ഫിക്ഷണൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കംപ്രസ്ഡ് ആയിട്ട് ബിസിനസ് രീതിയിലേക്ക് നമ്മളതിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഡിറക്ടറായിക്കോട്ടെ ഷമീർക്കാർക്ക് ഞാൻ ഈ സ്ഥലത്ത് ഞാൻ വന്നിട്ടുണ്ട്. സോ ഫുൾ വെരി വെൽ. താങ്ക് യു. നമ്മൾ ഇന്നൊരു സമരമാണെന്ന് എപ്പോഴും പറയുന്നില്ല. കാരണം ഡിഫറെൻ്റ് ഇതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം അത് ആ ഒരു സമരമല്ല. ഡയറക്ടറിന് അവരുടേതായ ഒരു സിനിമാറ്റിക് ഫ്രീഡം അവരെടുത്തിട്ടുണ്ട്. ഇതിൽ നടത്തുന്ന പല സമരങ്ങളും ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിലൂടെ ഇതിലിപ്പോൾ മൂവി കാണുമ്പോൾ അറിയാം എൻ്റെ എൻഡിങ് എന്താണ്. പക്ഷേ ആക്ച്വലി കേരളത്തിലുള്ള പല സമരങ്ങളിലും എൻഡിങ് അത്ര ഹാപ്പി എൻഡിങ്
നീതി കിട്ടാത്ത കുറേ ആൾക്കാർ അവർക്ക് നീതി കിട്ടാൻ എന്തെങ്കിലും ഒരു സ്കോപ്പ് ഇറങ്ങുന്നതിലൂടെ ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ തരുവായിട്ടുണ്ടെങ്കിൽ സംബന്ധിച്ചത് വലിയൊരു സന്തോഷമാണ്. ഇത്രയും ഒരു ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടർ ഞാൻ എന്തോരം കഷ്ടപ്പെട്ടു. അത് കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ എൻ്റെ മാത്രം എഫോർട്ടൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എൻ്റെ ഇപ്പോൾ ലാംഗ്വേജ് പഠിപ്പിക്കാനാണെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് ട്രൈബുള്ള സഹോദരങ്ങളുണ്ടായിരുന്നു, പ്രസാദേട്ടൻ, അങ്ങനെ കുറേ പേര്. പിന്നെ ഈ ക്യാരക്ടർ ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ചീഫ് അസോസിയേറ്റ് സാറാണെങ്കിലും പിന്നെ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരുന്നില്ല. അതുപോലെ ഒരു ആർട്ടിസ്റ്റിനെ ഏറ്റവും കൂളാക്കി വെക്കാൻ കഴിയാന്നുള്ള ഒരു ഡയറക്ടറിന് ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് ഞാൻ കണ്ടു. അപ്പോൾ ആസ് ആൻ ആർട്ടിസ്റ്റ് അനുരാജ് നമുക്ക് നല്ലൊരു സ്പേസ് തന്നിട്ടുണ്ട്, നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു സ്പേസ് തന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും നമുക്ക് സപ്പോർട്ട് കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബെസ്റ്റ് പെർഫോമൻസ് അല്ലെങ്കിൽ നമ്മളൊരു ബെസ്റ്റ് നമുക്ക് കാഴ്ചവെക്കാൻ പറ്റും. ഇത് തുളു എന്ന് പറഞ്ഞ ഭാഷയല്ലേ? ഇതൊന്നുമല്ല, ആക്ച്വലി നമ്മൾ രാവുള ഭാഷയാണ് ആദ്യം യൂസ് ചെയ്തിരുന്നത്. ഇപ്പം നമ്മൾ പണിയാ ഭാഷയാണ്, പണിയാ സ്ലാങ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ കൂടെ അഭിനയിച്ച സഹോദരങ്ങൾ സംസാരിക്കുന്നത് പണിയാ സ്ലാങ്ങാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി മനുഷ്യർക്ക് മനസ്സിലാവുന്നത് പണിയാ സ്ലാങ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ പണിയാ ഭാഷ. സെക്കൻഡ് ഹാഫിൽ ഒരുപാട് കണ്ണ് നിറയിക്കുന്ന സീനുണ്ട്. തിയേറ്ററിൽ പ്രേക്ഷകരപ്പം കണ്ടിട്ട് എന്തോ നമ്മള് ഈ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ പല ഇതും കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ലൈക്ക് അത് എനിക്കറിയില്ല എന്താ പറയട്ടെ. എല്ലാ ക്യാരക്ടേഴ്സും പെർഫോമൻസ് എനിക്ക് സമീപകാലത്ത് പോയി ചെയ്തതിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് കഥയൊക്കെ കേട്ടൊന്നുണ്ടാവുമല്ലോ. ഇത് സ്ക്രീനിൽ കണ്ടിരിക്കുന്നതിനായിട്ട് ബന്ധപ്പെട്ട കഥകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആർട്ടിസ്റ്റ് ഇന്ന പോലെ എന്നല്ല ഫീൽ ചെയ്തത്. എനിക്ക് ആ കഥയ്ക്ക് അനുസൃതമായി എല്ലാവരും സഞ്ചരിക്കുന്ന, എല്ലാവരും പെർഫോമൻസ് ചെയ്തു, എല്ലാവരും അവർ ജീവിക്കുന്ന പോലെയാണ് ഫീൽ ചെയ്തത്. ഭയങ്കര ഇമോഷണലായിരുന്നു. ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്ട് ആവുന്നുണ്ട്. ഇമോഷണലി കണക്റ്റായി. എല്ലാം കൂടെ ഭയങ്കര പെർഫെക്റ്റ്ലി ബ്ലെൻഡ് ചെയ്ത് വന്ന ഫീലാണ് എനിക്ക്. അത് ഇന്നതായി ഏതെങ്കിലും ഒരു സാധനം മുഴച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനെന്തോ കുഴപ്പമുണ്ടെന്നാണ് ഞാനിപ്പോഴും വിചാരിക്കുന്നത്. അത് ഭയങ്കര പെർഫെക്റ്റ്ലി ബ്ലെൻഡായിട്ട് മ്യൂസിക് ആണെങ്കിലും ഈ പറയുന്ന പോലെ സിനിമാറ്റോഗ്രഫി ആണെങ്കിലും വന്നതാണ് വേടൻ എഴുതിയ വരികൾ. വേടൻ എഴുതിയ വരികളാണ് ഇവരുടെ ജീവിതം. സിനിമയുടെ കോറും ആ വരികളും തമ്മിൽ അത്രയേറെ സാമ്യമുണ്ട്. വേടൻ ഈ സിനിമ കണ്ടിട്ടാണ് എഴുതിയത്.